എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിഷുവൊക്കെ അടുത്ത് വരാറായല്ലോ. വിഷുവിന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പലഹാരം കൂടിയാണ് ഈ ഉണ്ണിയപ്പം. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വെറും 10 മിനിറ്റ് മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. പുറവശം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും, എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റുമാണ്. മൊരിഞ്ഞ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ. ഈ വിഷുവിന് കൂട്ടുകാർക്ക്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കുന്ന വിധമൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഉണ്ണിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അതിലൂടെ ഞാനൊരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും കൂടെ ചേർത്ത് കൊടുത്താലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടുകയുള്ളൂ. ഇനി പുറവശം നല്ല മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കണം. വറുത്തിട്ടുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇവയെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു 300 ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയെല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. പാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അന്നേരം തന്നെ മിക്സ് ചെയ്തെടുക്കുകയും വേണം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കാരണം ചൂടോടുകൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ചൂടോടുകൂടി തന്നെ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തേക്കുന്നത്. കണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1-2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. ഈ വലിപ്പമുള്ള ഒരു റോബസ്റ്റ പഴം നല്ലതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഴം അരച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കറക്റ്റ് പരുവത്തിലാണ് ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒട്ടും തന്നെ ടൈറ്റായിട്ടൊന്നുമില്ല, കറക്റ്റ് പരുവമാണ്. നിങ്ങൾക്ക് ടൈറ്റായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ ലേശം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരളവിൽ ശർക്കരപ്പാനി ചേർത്താൽ കറക്റ്റ് പരുവമാണ്. ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് പാളയംകോടൻ പഴം തന്നെയാണ്. എന്നാൽ റോബസ്റ്റ പഴം കൊണ്ട് നമ്മൾ തയ്യാറാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് നാളികേരം ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നെയ്യിൽ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഈ ബാറ്റർ വെക്കുന്നില്ല. ഉടനെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇത് ചേർക്കുന്നത് ഒഴിവാക്കാം. ഇവ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമുക്ക് ആ ഉണ്ണിയപ്പൊക്കെ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്റർ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇത് കറക്റ്റായിട്ടുള്ള പരുവത്തിലാണ്. ശർക്കരപ്പാനിയൊക്കെ എടുത്തതുകൊണ്ട് പിന്നീട് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിത് വെച്ചിട്ട് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ആ ഉണ്ണിയപ്പച്ചട്ടിയുടെ വേറെ എങ്ങും ആകാതെ അതിൻ്റെ നടുവിൽ തന്നെ നമുക്ക് ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കുഴിയിലോട്ട് ഈ ബാറ്ററോട് ഒഴിച്ചു കഴിയുമ്പോൾ എണ്ണയെല്ലാം തെറിച്ച് താഴെ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആ കുഴി നികരെ നിൽക്കത്തക്ക രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കല്ലേ. ചെറിയ തീയിൽ നമുക്കിനി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
ഒരു സൈഡ് ഏകദേശം മൂത്ത് വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ വിഷുവിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. 2 സൈഡും തിരിച്ചു മറിച്ചു പോയിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ, കാരണം ഉൾവശം കൂടെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ ഒരു ഉണ്ണിയപ്പം റെസിപ്പി. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ മുഴുവനും ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയും ബാക്കി കാര്യങ്ങളൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം ഒന്ന് പൊട്ടിച്ചു നോക്കാം. പുറവശം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും കേടൊന്നും ആകത്തില്ല. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.